ചെയ്ത മട്ടൻ ക്യൂബ് ചിക്കൻ ഇതെല്ലാം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ വലിയൊരു കോംപ്ലിമെൻ്റ് എൻ്റെ മട്ടൻ സ്റ്റൂ അല്ലെങ്കിൽ മട്ടൻ കറിക്ക് ശ്രീ മോഹൻലാൽ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം വീട്ടിൽ മദ്രാസിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ശ്രീകുട്ട സൂപ്പറായിട്ടുണ്ട്, അടുത്ത റെസിപ്പി ഉടനെ തരുമെന്ന്. ഞാൻ പറഞ്ഞു അടുത്ത റെസിപ്പി ഞാൻ 2-3 ദിവസം കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ അങ്ങനെ അയച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണ ഒരു ചിക്കൻ്റെ ഐറ്റമാണ്. ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതായത് കിഡ്സ് കോർണർ എന്നാണ് ഞാൻ എൻ്റെ പേരിട്ടിരിക്കുന്നത്. അതായത് കുട്ടികൾക്ക് ചപ്പാത്തിയായിട്ടോ ബ്രെഡുമായിട്ടോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മതിവരുവോളം കഴിക്കാം. അത് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. അതിന് വലിയ താമസമൊന്നുമില്ല, 10-20 മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇത് കഴിഞ്ഞ തവണ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് കിഡ്സ് കോർണർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം ഈ കിഡ്സ് കോർണറിലെ ഈ ചിക്കൻ്റെ മെയിൻ ചേരുവ എന്ന് പറയുന്ന കരിവേപ്പിലയാണ്. വേണമെങ്കിൽ കരിവേപ്പില ചിക്കൻ എന്നും ഇതിനെ വിളിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ചേർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ സോസ്, അത് വേണം. പിന്നെ മുളക് പൊടി, ഉപ്പ്, കണ്ടോ ഇത്രയും കൂടുതൽ കരിവേപ്പില വേണം. ഞാനൊരു 8 കഷ്ണം ചിക്കനെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട ചിക്കനാണ്. അപ്പോൾ ഞാനൊരു 8 കഷ്ണം ചിക്കനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് ഇത്രയും കരിവേപ്പില വേണം. അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും വേണം. ഇത് ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ വളരെ ലോ ഫ്ലെയിമിലോട്ട് കൊണ്ടുപോവാണ്. വളരെ ലോ ഫ്ലെയിം, അതായത് ചെറിയ ലോ ഫ്ലെയിം. കാരണം ഒരുപാട് ഇതാക്കരുത്. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടാകും തോറും ഞാൻ വളരെ 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 കുറച്ച് കൊണ്ടിട്ടുണ്ട്. ലോ ഫ്ലെയിം, വളരെ ലോ ഫ്ലെയിം. ഓക്കെ, ആ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ എടുക്കുന്നു. എണ്ണ നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് എന്നൊക്കെ പറയും, എന്നാലും അത്രയും മതി, ഇത്രയും ധാരാളം മതി. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഒരുവിധം നല്ല പാകത്തിന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിവേപ്പില പതുക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ്, 1 മിനിറ്റ് കരിവേപ്പില കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാത്ത വിധത്തിൽ ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഇല്ലേ, കരിവേപ്പില കരിഞ്ഞു പോകും. ഇനി വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മുളക് പൊടി. നമ്മൾ ഒരു 2 ടീസ്പൂൺ മതിയാവും. ഇത് കരിഞ്ഞു പോകും. ഉടനെ തന്നെ 2-2.5 ഇട്ടുള്ളൂ. ഉടനെ തന്നെ നമ്മുടെ ഉപ്പ്, ആ ഉപ്പും പാകത്തിന് ഒരു ശകലം ഇട്ടാൽ മതിയാവും. ഓക്കെ, എന്നിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നോക്കൂ, അതിൻ്റെ കളർ മാറി വരുന്നു. എന്ത് രസമായിരിക്കുന്നു അല്ലേ, എന്തൊരു മണം. ആഹാ, എൻ്റെ പൊന്നു കരിവേപ്പിലെ, നിന്നെക്കുറിച്ചൊരു പാട്ട് പാടാൻ തോന്നുന്നു എനിക്ക്. എത്ര മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. അപ്പം കരിവേപ്പിലയും മുളകും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടെ ഉള്ളൂ ഇടാൻ. വേറൊന്നുമല്ല, നമ്മളിവിടെ വെച്ചിരിക്കുന്ന ചിക്കൻ അല്ലേ, നമ്മൾ വെച്ചിരിക്കുന്ന ഒരു 8 പീസ് ചിക്കൻ. ഈ 8 പീസ് ചിക്കൻ നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മറിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ അങ്ങ് പൊതിയണം. ഈ കൂട്ടിനെ പൊതിയണം.
ഇപ്പോൾ തന്നെ ഒരു നല്ല ഇത് വന്നുണ്ടോ? അടിപൊളിയായില്ലേ? കിടു കിടു കിടു. അപ്പം ഇങ്ങനെ ഒരു കളറിലോട്ട് വരും, മനസ്സിലായി? ഈ കളറിൽ വരുമ്പോഴത്തേക്ക് നമ്മളൊരു 15 മിനിറ്റ് വേറെ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ ഇരുന്നോട്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം താഴോട്ടിറങ്ങിക്കുള്ളൂ. ഒരടപ്പെടുത്ത് സുന്ദരമായിട്ടങ്ങ് അടയ്ക്കുക. ഓക്കെ. അപ്പോൾ ഞാനിപ്പം ചിക്കൻ ഇനി ഒരു 15 മിനിറ്റ് ഇതിനകത്തിരുന്ന് വേവണം. ഈ 15 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പാടും. കാരണം ചമയലും സംഗീതവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ബുക്ക് എഴുതാൻ പോകും. കാരണം തീർച്ചയായിട്ടും ഒരു ദിവസം വയ്ക്കുന്ന പോലെ, ഒരു ദിവസം ഇപ്പം ഈ ചിക്കൻ വെച്ചു ചമയൽ, അടുത്ത ദിവസം ഈ ചിക്കൻ വെച്ചാൽ ഒരു പക്ഷേ ഇത്രയും നന്നാവില്ല. അതാണ് നമ്മുടെ ഈ കൂട്ടാൻ സാമ്പാർ വയ്ക്കുന്നത്. അടുത്ത ദിവസം വയ്ക്കുമ്പോൾ അതുപോലെ ഇരിക്കില്ല. സംഗീതമായത് ഇന്ന് ഞാൻ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറിഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഇന്ന് ഞാനിങ്ങനെ പാടി, നാളെ ചിലപ്പോൾ എൻ്റെ ശബ്ദം ഇത്തിരി അടച്ചിരിക്കും. അപ്പം ഒരിക്കലും ഒരു ദിവസം ചെയ്യുന്ന പോലെ അടുത്ത ദിവസം വരാത്ത 2 കാര്യങ്ങളാണ് ചമയലും സംഗീതവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 പാട്ട് പാടും. പല്ലവി മാത്രം. സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി. സാഗരമേ ശാന്തമാകനീ, സാന്ധ്യരാഗം മായുന്നീതാ, ചൈത്രവീണവധു പോകയായി ദൂരയാത്ര മൊഴിയുമായി. സാഗരമേ ശാന്തമാകനീ. അപ്പോൾ നമ്മുടെ കരിവേപ്പില ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പാടിക്കഴിഞ്ഞ് കുറച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്നിട്ട് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇത് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. ഞാൻ മുളക് ഇട്ടുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് 2.5 സ്പൂൺ മുളക് പൊടിയാണ്. ഇതിന് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 4 സ്പൂൺ വരെ ഇടാം, കുഴപ്പമില്ല. അതുപോലെ ഇനി ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്. ഇത്ര മതി, 1 ടേബിൾ സ്പൂൺ ധാരാളം മതി. അതും കൂടെ ഇളക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വേറൊരു ടേസ്റ്റിലോട്ടായിരുന്നു പോകണം. കണ്ടോ? കണ്ടോ? വേറൊരു മണവും വേറൊരു ടേസ്റ്റ് വരും. ഇപ്പം ഇത് വെന്ത് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ചില ഒഴിച്ച വെളിച്ചെണ്ണയുടെ അത്രയും തന്നെ വേണമെന്നില്ല. കാരണം ചില കുറച്ചുകൂടെ വെളിച്ചെണ്ണ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, എരിവ് കൂട്ടണമെങ്കിൽ എരിവ് കുറയ്ക്കാം, ഉപ്പ് കുറയ്ക്കണമെങ്കിൽ ഉപ്പ് കുറയ്ക്കാം. ഇത് എല്ലാ മനുഷ്യർക്കും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ വേവാത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല വെന്ത് കിട്ടും. ചിലപ്പോൾ ചില കട്ടി ചിക്കൻ വരും, കല്ലം പോലെ, അതിനും പ്രതിവിധി കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് ഓഫ് ചെയ്തു. നമ്മൾ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറും എല്ലാം മാറി ബ്യൂട്ടിഫുള്ളായി. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ചപ്പാത്തിയോ എന്തെങ്കിലും ആയിട്ട് വെച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഓക്കെ.
അപ്പോൾ നമ്മുടെ കരിവേപ്പില ചിക്കൻ റെഡി. മാത്രമല്ല കണ്ടിട്ട് വളരെ സൂപ്പറായിട്ടുണ്ട്.